നമസ്കാരം. ഇന്ന് നമ്മൾ വാസിൻ്റെ, വെയറിൻ്റെ എന്നീ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പാസ്റ്റ് ടെൻസിലുള്ള നെഗറ്റീവ്, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിക്കുകയാണ്. ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം ആയിരുന്നില്ലേ എന്നാണ്. വാസ് പ്ലസ് നോട്ട് ചുരുക്കി എഴുതുന്നതാണ് വാസിൻ്റെ, അതുപോലെ വെയർ പ്ലസ് നോട്ട് ചുരുക്കി എഴുതുന്നതാണ് വെയറിൻ്റെ. ഈ ചുരുക്കെഴുത്ത് രൂപം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കുന്നത്. ഇത് സർവനാമങ്ങളുടെ കൂടെയും നാമങ്ങളുടെ കൂടെയും എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആദ്യം നമുക്ക് പഠിക്കാം. ഐയുടെ കൂടെ വാസിൻ്റെ ആണ് ചേർക്കേണ്ടത് ക്വസ്റ്റ്യൻ രൂപത്തിൽ. ഐക്ക് മുമ്പ് വേണം വാസിൻ്റെ ചേർക്കുവാൻ. അങ്ങനെ എല്ലാ സർവനാമങ്ങളുടെയും എല്ലാ നാമങ്ങളുടെയും മുമ്പിൽ വേണം വാസിൻ്റെ അല്ലെങ്കിൽ വെയറിൻ്റെ ചേർക്കേണ്ടത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ. അതിനുശേഷം അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ഇടണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാസിൻ്റെ ഐ ഞാനായിരുന്നില്ലേ, വെയറിൻ്റെ വി ഞങ്ങളായിരുന്നില്ലേ, വെയറിൻ്റെ യു നീയായിരുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങളായിരുന്നില്ലേ, വാസിൻ്റെ ഹി അവനായിരുന്നില്ലേ, വാസിൻ്റെ ഷി അവളായിരുന്നില്ലേ, വാസിൻ്റെ ഇറ്റ് അതായിരുന്നില്ലേ, വാസിൻ്റെ ഹി വാസിൻ്റെ ഷി വാസിൻ്റെ ഇറ്റ് ഇത് മൂന്നിനും കൂടി ഒരു ഒറ്റ പ്ലൂറൽ, വെയറിൻ്റെ ദൈ അവർ ആയിരുന്നില്ലേ അല്ലെങ്കിൽ അവയായിരുന്നില്ലേ, വാസിൻ്റെ ഇന്ദു ഇന്ദുവായിരുന്നില്ലേ, വെയറിൻ്റെ ഇന്ദു ആൻഡ് ബിന്ദു ഇന്ദുവും ബിന്ദുവും ആയിരുന്നില്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൻറ്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, വാസിൻ്റെ വെയറിൻ്റെ സാധാരണഗതിയിൽ പ്രോനൗണിനോ നൗണിനോ ശേഷമാണ് സാധാരണ സെൻറ്റൻസുകളിൽ വരുന്നത്. ചോദ്യവാചകങ്ങളിലാണ് സർവനാമങ്ങൾക്കോ അല്ലെങ്കിൽ നാമങ്ങൾക്കോ മുമ്പായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇവ ചേർക്കുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ വാസും വെയറും ഉപയോഗിച്ച് ചോദ്യമുണ്ടാക്കുന്ന രീതി പഠിച്ചിരുന്നു. അത് ഓർത്താൽ മതിയാവും. ഇനി വാസിൻ്റെ, വെയറിൻ്റെ എന്നീ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നെഗറ്റീവ് രൂപത്തിലുള്ള ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് പഠിക്കാം. ആദ്യം ഇറ്റ് വാസ് ഇൻ ദി റൈനിങ്. ഇറ്റ് വാസ് ഇൻ ദി റൈനിങ്. മഴ പെയ്യുകയായിരുന്നില്ല. മഴ പെയ്യുകയായിരുന്നില്ല. അപ്പോൾ ഇറ്റ് വാസ് റൈനിങ് എന്ന് വെച്ചാൽ മഴ പെയ്യുകയായിരുന്നു. ഇറ്റ് വാസ് ഇൻ ദി റൈനിങ് മഴ പെയ്യുകയായിരുന്നില്ല. അപ്പം മഴ പെയ്യുകയായിരുന്നില്ലേ എന്നാണ് ചോദ്യം ഉണ്ടാക്കേണ്ടത്. അതിന് ആ ആദ്യ വാചകത്തിൽ വന്നിട്ടുള്ള വാസിൻ്റെ എന്ന വാക്കെടുത്ത് വാചകത്തിൻ്റെ ആദ്യം ചേർക്കണം. അതിനുശേഷം വാചകത്തിൻ്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. നമ്മൾ തൊട്ട് മുമ്പത്തെ പാർട്ടിൽ വാസും വെയറും ചേർത്ത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്ന രീതി പഠിച്ചിരുന്നു. അതിലും ഇതേ രീതി തന്നെയാണ് അഡോപ്റ്റ് ചെയ്തിരുന്നത്. വാസ് അല്ലെങ്കിൽ വെയർ എടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും വാചക അവസാനം ചോദ്യമാർക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുകയും ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കിയത്. അതേ രീതി തന്നെയാണ് ഇവിടെ വാസിന് പകരം വാസിൻ്റും വെയറിന് പകരം വെയറിൻ്റും എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്. അപ്പോൾ ആദ്യ സെൻറ്റൻസ് ഇറ്റ് വാസ് ഇൻ ദി റൈനിങ്. മഴ പെയ്യുകയായിരുന്നില്ല. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുവാൻ അതിലെ വാസിൻ്റെ അടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇട്ടിട്ട് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ മതി. വാസ് ഇറ്റ് റൈനിങ് മഴ പെയ്യുകയായിരുന്നില്ലേ. ആദ്യ വാചകത്തിലെല്ലാം ആയിരുന്നു ആയിരുന്നു എന്നും രണ്ടാമത്തെ ചോദ്യവാചകത്തിൽ ആയിരുന്നില്ലേ എന്നുമാണ് നമ്മൾ ചോദിക്കുന്നത്. ദേ വെയർ ഇൻ ദി റണ്ണിങ് അവർ ഓടുകയായിരുന്നില്ല. വെയർ ഇൻ ദി റണ്ണിങ് അവർ ഓടുകയായിരുന്നില്ലേ. നെക്സ്റ്റ് സെൻറ്റൻസ് ദ നേച്ചർ വാസ് ഇൻ വെരി ബ്യൂട്ടിഫുൾ. ഇതിനെ ചോദ്യരൂപമാക്കുവാൻ വേണ്ടി വാസിൻ്റെ അടുത്ത് ആദ്യം ഇട്ടിട്ട് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അപ്പോൾ വാസ് ഇൻ ദ നേച്ചർ വെരി ബ്യൂട്ടിഫുൾ. പ്രകൃതി വളരെ മനോഹരമായിരുന്നില്ലേ. ആദ്യത്തേത് നേച്ചർ വാസ് ഇൻ വെരി ബ്യൂട്ടിഫുൾ. പ്രകൃതി വളരെ മനോഹരമായിരുന്നില്ല. അത് ക്വസ്റ്റ്യൻ ആക്കിയപ്പോൾ വാസ് ഇൻ ദ നേച്ചർ വെരി ബ്യൂട്ടിഫുൾ. പ്രകൃതി വളരെ മനോഹരമായിരുന്നില്ലേ. നെക്സ്റ്റ് അജി ആൻഡ് സജി വെയർ ഇൻ ദി ലേണിംഗ് ഇംഗ്ലീഷ്. അജിയും സജിയും ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നില്ല.
അതിനെ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആക്കുവാൻ, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആക്കുവാൻ വേണ്ടി അതിലെ വേറിൻ്റെ അടുത്ത് ആ വാചകത്തിൻ്റെ ആദ്യം ഇടുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുകയും വേണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വേറിൻ്റെ അജി ആൻഡ് സജി ലേണിംഗ് ഇംഗ്ലീഷ്. അജിയും സജിയും ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നില്ലേ. അടുത്ത സെൻറ്റൻസ്, ഡോഗ്സ് വെയർ ഇൻ ഫൈറ്റിംഗ് ഫോർ ഫുഡ്. പട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി അടിപിടി കൂടുകയായിരുന്നില്ല. ചോദ്യമാവുമ്പോൾ അതിലെ വേറിൻ്റെ അടുത്ത് ആദ്യം ഇടുക, അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർക്കുക. വേറിൻ്റെ ഡോഗ്സ് ഫൈറ്റിംഗ് ഫോർ ഫുഡ്. പട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി അടിപിടി കൂടുകയായിരുന്നില്ലേ. അനിൽ ആൻഡ് ബിനു വെയർ ഇൻ വർക്കിംഗ് അബ്രോഡ്. അനിലും ബിനുവും വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നില്ല. ഇനി അടുത്ത് ചോദിക്കേണ്ടത് അനിലും ബിനുവും വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നില്ലേ എന്നാണ്. അപ്പോൾ അതിന് വേറിൻ്റെ എന്ന വാക്കെടുത്ത് ആദ്യം ഇടുകയും അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്യണം. വേറിൻ്റെ അനിൽ ആൻഡ് ബിനു വർക്കിംഗ് അബ്രോഡ്. അനിലും ബിനുവും വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നില്ലേ. നെക്സ്റ്റ് സെൻറ്റൻസ്, യു വെയർ ഇൻ വർക്കിംഗ് ഇൻ എ ഹോട്ടൽ. നിങ്ങൾ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നില്ല. ക്വസ്റ്റ്യൻ ആക്കാൻ അതിലെ വെയറിൻ്റെ അടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുക, അവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് വെയർ ഇൻ യു വർക്കിംഗ് ഇൻ എ ഹോട്ടൽ. നിങ്ങൾ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നില്ലേ. നെക്സ്റ്റ് സെൻറ്റൻസ്, യു വെയർ ഇൻ ഡ്രൈവിംഗ് എ കാർ. നിങ്ങളൊരു കാർ ഓടിക്കുകയായിരുന്നില്ല. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അതിലെ വെയറിൻ്റെ എന്ന വാക്കെടുത്ത് ആ സെൻറ്റൻസിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും ആ വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ വെയർ ഇൻ യു ഡ്രൈവിംഗ് എ കാർ. നിങ്ങൾ ഒരു കാർ ഓടിക്കുകയായിരുന്നില്ലേ. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് എല്ലാം ആയിരുന്നില്ല എന്നർത്ഥവും, രണ്ടാമത്തതിലെല്ലാം ആയിരുന്നില്ലേ, വലതുവശത്തുള്ളതിലെല്ലാം ആയിരുന്നില്ലേ എന്നർത്ഥവും വരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചത് ഒരു പാസ്റ്റ് ടെൻസിലുള്ള നെഗറ്റീവ് സെൻറ്റൻസിനെ പാസ്റ്റ് ടെൻസിലുള്ള ഒരു ഇൻ്ററോഗേറ്റീവ് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുവാൻ വേണ്ടിയിട്ട് ആദ്യ സെൻറ്റൻസിനുള്ളിൽ വന്നിട്ടുള്ള വാസിൻ്റെ അല്ലെങ്കിൽ വെയറിൻ്റെ എന്ന വാക്കിനെ ആ വാചകത്തിൻ്റെ ആദ്യം എഴുതുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ മതി. ഇതിൽ എന്തെങ്കിലും സംശയമുള്ളവർ തൊട്ട് മുമ്പ് പഠിച്ച വാസും വെയറും ചേർത്ത് നമ്മൾ ഇന്നലെ ഇൻ്ററോഗേറ്റീവ്, അതായത് കഴിഞ്ഞ പാർട്ടിൽ ഇന്നലെ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്ന രീതി പഠിച്ചിരുന്നു. അത് ഒന്നുകൂടി നോക്കിയിട്ട് ഇതിലേക്ക് വന്നാൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇതിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ പ്രയാസകരമായിട്ടൊന്നും തന്നെ ഇല്ല, വളരെ സിമ്പിൾ തന്നെയാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വാക്കുകളാണ് ദെയർ ഈസ്, ദെയർ ആർ, അതുപോലെ ഇതിൻ്റെ പാസ്റ്റ് ടെൻസുകളായ ദെയർ വാസ്, ദെയർ വെയർ എന്നിവയൊക്കെ. ദെയർ ഈസും ദെയർ ആറും വളരെ പ്രാധാന്യമർഹിക്കുന്ന വാക്കുകളാണ്. കാരണം ഇവ ഉപയോഗിച്ചാണ് മിക്ക സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇത് പലരും ഇതിൻ്റെ അർത്ഥം തെറ്റിദ്ധരിച്ചെടുക്കാറുണ്ട്. ദെയർ ഈസ് എന്ന് വെച്ചാൽ ദെയർ അവിടെ ഈസ് ആവുന്നു, അവിടെ ആവുന്നു എന്നൊക്കെ അർത്ഥം ചിലർ എടുക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അർത്ഥം അങ്ങനെയല്ല, ഉണ്ട് എന്നാണ്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത പാർട്ടിൽ വിശദമായിട്ട് പഠിക്കാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.